നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള വരവാണല്ലോ. വരൂ, അകത്തേക്കിരിക്കും. ഓ വേണ്ട, ഞാൻ നിന്റെ സൽക്കാരം ഏറ്റുവാങ്ങാനൊന്നും വന്നതല്ല. വീട്ടിൽ നിന്ന് പുറത്താക്കി നിന്നെ ഒന്ന് നേരിട്ട് കാണണമെന്ന് തോന്നി. എന്തൊക്കെയായിരുന്നു, ഗിരിയേട്ടൻ എന്നെ ഒരിക്കലും കൈവിടില്ല, എന്റെ ജീവനാണ്, വിശ്വാസമാണ്. എന്നിട്ട് വീട്ടില് കെട്ട് നിറയ്ക്കുന്നതിന്റെ ചടങ്ങ് നടന്നപ്പോ നീ എവിടെയായിരുന്നു? അവന്റെ കൂട്ടുകാരന്റെ വീട്ടില്. ഞാൻ എവിടെയായിരുന്നെന്ന് അറിയോ? ഗിരിയുടെ കൂടെ, അവന്റെ തൊട്ടടുത്ത്. നീ ഗിരിയേട്ടന്റെ എത്ര അടുത്തെത്തിയിട്ട് ഒരു കാര്യമില്ല. ഗിരിയേട്ടന്റെ മനസ്സിൽ എനിക്ക് മാത്രമേ സ്ഥാനമുള്ളൂ. നിനക്ക് അത്രയ്ക്ക് സ്ഥാനം ഉണ്ടായിട്ടാണോ ഗിരി നിന്നെ ഇവിടെയാക്കിയത്? ശബരിമലയ്ക്ക് പോകുന്നവർക്കേ പല പ്രതിസന്ധികളും നേരിടേണ്ടി വരും. ഇതും അതുപോലെ ഒന്നായിരുന്നു. ഞാൻ കാരണം ഗിരിയേട്ടൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത് എന്ന് എനിക്ക് വാശി ഉണ്ടായിരുന്നതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നാലും അവിടെ നിന്ന് പുറത്താക്കിയതാണെന്ന് സമ്മതിക്കരുത്. ഗിരിയുടെ എന്റെ ഇടയില് വലിഞ്ഞു കയറിയവളാ നീ. നിന്നെ ഒഴിവാക്കിയാലേ ഞങ്ങൾക്ക് ഒരുമിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ അതും ചെയ്യും. പക്ഷെ ഞാനൊന്നും ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നില്ല. നീ ഗിരിയുടെ ജീവിതത്തിൽ ഉണ്ടാകരുതെന്ന് ദൈവത്തിന് പോലും തോന്നും. അതുകൊണ്ടാണ് കൃത്യം കെട്ട് നിറയ്ക്കുന്ന ദിവസം തന്നെ നിനക്ക് വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നത്. അയ്യപ്പനെ എന്റെ ഭാഗത്താ. അയ്യപ്പൻ ഒരിക്കലും കുട്ടിയുടെ ഭാഗത്ത് നിൽക്കില്ല. അത് പറയാൻ താനാരാ? ഞാനാണ് അയ്യപ്പൻ. ഇയാൾക്ക് വട്ടാണോ? അയാളുടെ പേര് അയ്യപ്പൻ എന്നാ. ഓ, നിനക്കിവിടെ സെക്യൂരിറ്റി ആയിട്ട് ഒരു ചുള്ളൻ ചെക്കനെ വെച്ചിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. കൊള്ളാം. കുട്ടി എന്നെ ചുള്ളനാണെന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ ബാക്കി പറഞ്ഞതെല്ലാം വളരെ മോശം കാര്യങ്ങളാ. അതും ഒരു പോലീസുകാരിയെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തുന്നത് തെറ്റല്ലേ? ഇതൊന്നും പോരാഞ്ഞ് മഞ്ജുവിനെതിരെ ദൈവം കുട്ടിയുടെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞതാ ഏറ്റവും വലിയ തെറ്റ്. ആണോ? ഞാൻ കൊറേ തെറ്റുകൾ ചെയ്യുന്ന ടൈപ്പാ. താൻ എന്തോ ചെയ്യും? തെറ്റ് ചെയ്യുന്നവരെ തിരുത്തിക്കുന്നതാണ് എന്റെ ഹോബി.